യേശു ഒരിക്കലും നിന്നെ കൈവെടിയുകയില്ല. മനുഷ്യരുടെ സഹായത്തിന് പരിമിതികളുണ്ട്. പ്രതീക്ഷിച്ച കരങ്ങളെല്ലാം തളർന്നു പോയേക്കാം. എന്നാൽ ഒരിക്കലും കൈ കുറുകിപ്പോകാത്ത യേശു നിങ്ങളെ കൈവിടില്ല. നീ എൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ എന്നെ നടത്തും. മനുഷ്യകരം ക്ഷീണിച്ച് കൈവിടുമ്പോൾ സ്വർഗീയ കരം താങ്കളെ മുറുക്കിപ്പിടിക്കും. യേശുവോട് പറ്റി നിൽക്കും തൻ വിശുദ്ധരെ കാത്തുപാലിക്കും തൻ കൺമണി പോലെ. നിന്റെ സകല പാപവും യേശു ക്ഷമിക്കും. ഓർമ്മയുള്ള കാലം മുതൽ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ ദൈവത്തിൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിലുണ്ട്. സംസാരത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും വന്ന പാപങ്ങൾ അതതു നേരം ആ പുസ്തകത്തിൽ ചെന്നെത്തുന്നു. എന്നാൽ പാപിനിയായ സ്ത്രീയോട് യേശു പറഞ്ഞത്, പോക, ഇനിമേൽ പാപം ചെയ്യരുത് എന്നാണ്. സംഭവിച്ച തെറ്റുകൾ ആഴമായ കുറ്റബോധത്തോടെ ദൈവത്തോട് ഏറ്റുപറയുകയും മേലിൽ തെറ്റുകൾ ആവർത്തിക്കാതെ ഇരിക്കാൻ ദൈവകൃപയിൽ ആശ്രയിക്കുകയും ചെയ്യുക. യേശുവിൻ്റെ രക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും. ലംഘനം മറച്ചു വയ്ക്കാതെ ഏറ്റുപറയുക. നിനക്ക് കർത്താവിൽ നിന്ന് കരുണ ലഭിക്കും. നിന്റെ മനസാക്ഷിയിലെ പാപക്കറ യേശു നീക്കും. ശരീരശുദ്ധിക്കുള്ള വസ്തുക്കൾ വാങ്ങാൻ കിട്ടും. എന്നാൽ മനസാക്ഷിയിലെ പാവക്കറ നീക്കുവാൻ യേശുവിൻ്റെ രക്തത്തിനെ കഴിയൂ. ദൈവവും മനുഷ്യരും ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റുകൾ ചെയ്ത വ്യക്തിയാണ് ഞാൻ എന്ന് തോന്നുന്നുവെങ്കിൽ നിന്റെ പാപങ്ങൾ എത്ര കടിഞ്ചുവപ്പായിരുന്നാലും പഞ്ഞിപോലെയാക്കി തീർക്കും. ഒരു വ്യക്തിയും പാപത്തിൽ തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പാപത്തിൻ്റെ കറപിടിച്ച ഏത് ഹൃദയവും യേശുവിൻ്റെ രക്തത്തിലൂടെ പൂർണ്ണമായി മാറ്റപ്പെടും. അതിനടയാളം പിന്നീട് ആ തെറ്റ് മനസാക്ഷിയെ അലട്ടുകയില്ല. വചനം പറയുന്നു, നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു.